ശങ്കര, എന്താ തിരുമേനി? ഇത്തവണത്തെ കൃഷിയുടെ പണിയൊക്കെ കഴിഞ്ഞോ ശങ്കര? ഉവ്വ തിരുമേനി, ഇന്നലത്തെ കാറ്റത്തും മഴയത്തും സർവത്ര കൃഷിയുടെ പണി കഴിഞ്ഞിരിക്കണു. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് തിരുമേനി. എന്താ ശങ്കര? ഇത്തവണ ചക്കയും മാങ്ങയും വേണ്ടോളം ഉണ്ടായിരിക്കണേ. ചക്കയോളം വരുവോ ശങ്കര മാങ്ങ? ഇല്ല തിരുമേനി, ഇത്തവണയും ചക്ക തന്നെ വലുത്, മാങ്ങ ചെറുതാ. നമസ്കാരം തിരുമേനി. നമസ്കാരം. തിരുമേനി എങ്ങോട്ടേക്കാ ഈ കാലത്തന്നെ? പാലക്കാട് വരെ ഒന്ന് പോണം. എപ്പോഴാണാവോ തിരിച്ചു വരണത്? 4 നാള് കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. ആണല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. പൊയ്ക്കോളുക ശങ്കര, ഇങ്ങോട്ട് നടക്കുക. എന്താ ശങ്കര ഇവിടെ ഒരു ബഹളം? ഇതാ കുമാരനും ഭാര്യയാണെന്നേ. കുമാരൻ എന്നും മദ്യവെച്ചോണ്ടൊന്ന് ഭാര്യയായിട്ട് വഴക്കാണെന്ന്. കുമാരന്റെ ഭാര്യയാണത്? കണ്ടാ പറയില്ല കേട്ടോ. എന്റെ പൊന്നു തിരുമേനി, കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഇങ്ങനെ ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞ എപ്പോഴും വഴക്കാ. എന്റെ ശ്രീധരൻ ഇന്ന് തന്നെ കിട്ടിയില്ല, നിന്നെ അടിച്ച കൊന്നുകളയും കേട്ടോടി. 10,000 രൂപയായിട്ടാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നത്. എന്റെ തിരുമേനി, അത് ശ്രീധരനായിട്ട് കണക്കാക്കണ്ട. അപകടത്തിൽപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത് നാട്ടുനടപ്പാണ്, മനസ്സിലായോ? അപ്പോ നിങ്ങളുടെ വീട്ടിൽ വെപ്പും കുടിയൊന്നും ഇല്ലാന്നുണ്ടോ? തിരുമേനിക്ക് അറിയാമോ, ഞാനും എന്റെ മക്കളും പട്ടിണി. ഇവിടെ 3 നേരം വെക്കും തിരുമേനി. അത് ശരിയാ, രാവിലെ 4 അരിയിട്ട് വെക്കും, ഉച്ചക്ക് പാത്രം കഴുകി വെക്കും, വൈകിട്ട് വേണ്ടാന്നും വെക്കും. ഇങ്ങനെ കൊണ്ട് ഒരു ഗുണമില്ല തിരുമേനി, ഏത് നേരം നോക്കിയാലും കുടി തന്നെ കുടി. അല്ല തിരുമേനി എങ്ങോട്ടാ? പാലക്കാട് വരെ ഒന്ന് അങ്ങോട്ട് പോണം. എന്നാ മടക്കം? 4 നാള് കഴിഞ്ഞിട്ടേ മടങ്ങി. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. സാവിത്രിക്ക് ഈയിടെയായിട്ട് ലേശം ദേഹക്ഷീണം ഉണ്ടോന്നൊരു സംശയമില്ല. പഴയ ഓജസ്സും തേജസ്സും ഒക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. വല്ല ലേഖ്യം മേടിച്ച് അങ്ങോട്ട് സേവിക്കുക. തിരുമേനിയെ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടുന്നത്? എന്റെ കുമാര, താനിങ്ങനെ എപ്പോഴും കുടിച്ചിട്ട് കിടന്നാൽ തനിക്ക് എന്താ ഗുണം? തിരുമേനിക്ക് അറിയാൻ പാടില്ല തന്നെയല്ലേ, ഞങ്ങൾ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ 3 ഗുണങ്ങള്. കുടിച്ചാ 3 ഗുണങ്ങളോ? അതെന്താ ഗുണങ്ങൾ? ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞ വീട്ടിൽ കള്ളം കയറത്തില്ല. വീട്ടിൽ കള്ളം കയറില്ലാന്നോ? എന്റെ തിരുമേനി, ഞങ്ങളിങ്ങനെ ചെറുതൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നിറങ്ങുമ്പോ അങ്ങനെ ചെറിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കൂലോ. അപ്പൊ വീട്ടിൽ കയറുന്ന കള്ളം വിചാരിക്കും വീട്ടിലാരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കള്ളം കയറത്തില്ല, മനസ്സിലായോ? രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിക്കത്തില്ല. അതെന്താ പാമ്പ് കടിക്കില്ലാത്ത? എന്റെ തിരുമേനി, ഞങ്ങൾ ഈ സാധനമൊക്കെ അടിച്ച് പൂസായിട്ട് ഇങ്ങനെ ആടിയല്ലേ പോകുന്നത്. അപ്പൊ ഈ കൊത്താൻ വരുന്ന പാമ്പിന് കൊത്താൻ ഉന്നം കിട്ടാതെ ചമ്മയങ്ങ് പോകും. അപ്പൊ മൂന്നാമത്തെ ഗുണമോ? മൂന്നാമത്തെ ഗുണമാണ് ഗുണം, തല നനക്കത്തില്ല കേട്ടോ. അതെന്താ തല നനക്കില്ലാത്ത? എന്റെ തിരുമേനി, നമ്മൾ ഈ സാധനം നിത്യേനെ അടിച്ചടിച്ച് നമ്മുടെ കിഡ്നി ലിവറൊക്കെ പോയി തല നനക്കുന്ന എപ്പോഴും നമ്മളങ്ങ് പോകുന്നു. പാലക്കാട് വരെ ഒന്ന് പോണം. എപ്പോഴാ മടക്കം? 4 നാള് കഴിഞ്ഞിട്ടേ മടങ്ങി വരും. എന്ത് നല്ല വിനയം ശങ്കര. ഓം സ്ഥിരമായിട്ട് പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഈ 3 വിദ്വാൻമാര് സ്ഥിരമായിട്ട് വന്നിട്ട് ചോദിക്കും, എങ്ങടാ പോണത്, എന്നാ തിരികെ വരണെന്ന്. ഇവരെവിടുന്നാ വരണത്, എങ്ങടാ പോണെന്ന് കൃത്യമായിട്ട് തിരക്കിട്ട് ഒന്നങ്ങോട്ട് പറയാം. അതിന് ശങ്കരനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല തിരുമേനി. അവനെ എനിക്ക് ശരിക്കറിയാം, എവിടുന്നാ വരണേന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ തിരുമേനി പാലക്കാട്ട് പോയി കഴിയുമ്പോ തിരുമേനിയുടെ ഇല്ലത്തേക്കാ പോണത്. എന്റെ സാവിത്രി കുട്ടി,